പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് സമരിയായിൽ നിന്ന് യേശു ഗലീലയിലേക്ക് പോയി. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവൻ ഗലീലയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നു എന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്നമരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഏതു സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്നവർ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്നവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2ാമത്തെ അടയാളമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പരമപരിശുദ്ധ ദിവ്യകാരുണ്യനാഥനിൽ പ്രിയരെ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസത്തിൽ 30-ാം തീയതി, തപസ് കാലം 4-ാം ആഴ്ച. ഈ രാത്രി ഈശോ രാജസേവകൻ്റെ മകനെ ശുശ്രൂഷിച്ച് കടന്നു പോകുമ്പോൾ വിശ്വാസത്തോടുകൂടി ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശ്വസിച്ചാൽ, അവൻ്റെ വാക്ക് വിശ്വസിച്ചാൽ, അവനിൽ വിശ്വസിച്ചാൽ നമുക്കെല്ലാവർക്കും രക്ഷയും ജീവനും നൽകപ്പെടുമെന്ന് ജീവൻ്റെ ഉറവിടമായ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തും. ഈ 48-ാമത്തെ തിരുവചനം ഈശോ നമ്മളെ ഓരോരുത്തരെയും നോക്കി പറയുന്ന ഒരു കുറ്റമാണോ, ഒരു കമൻ്റാണോ? ഈ രാത്രിയിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നല്ലതല്ലേ? അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടതുകൊണ്ടാണോ എൻ്റെ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നതും ഈശോയുടെ കൂടെ ആയിരിക്കുന്നതും ഈശോയുടെ കൂടെ ആകാൻ ആഗ്രഹിക്കുന്നത്? ഈശോയെ ഇത് കുറ്റപ്പെടുത്തി പറയുന്നുമുണ്ട്, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളമില്ലെന്ന്. എന്തായിരുന്നു യോനായുടെ അടയാളം? ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരെ സഞ്ചരിച്ചവൻ അവനായിരിക്കുന്ന ഇടങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നശിച്ചു പോകുന്നു എന്ന് കരുതിയപ്പോൾ, സ്വയം തന്നെ നശിക്കട്ടെ എന്ന് കരുതി വീണ് കിടക്കുമ്പോൾ അവൻ മത്സ്യത്തിൻ്റെ അകത്ത് അകപ്പെടുന്നു. ഇക്തിസ് ഈശോ തന്നെയാണ് മത്സ്യത്തിൻ്റെ പ്രതീകം. ആ ഈശോയിൽ അകപ്പെട്ട് 3-ാം ദിനം, പ്രത്യാശയുടെ ദിനം, പുറത്തു വരുമ്പോൾ എതിരെ സഞ്ചരിച്ചവൻ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് സഞ്ചരിക്കുക. ആ ദൈവഹിതത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവിടെ മാനസാന്തരങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
ഈ ഈശോയിലേക്ക് അകപ്പെടണം. അവൻ്റെ അത്ഭുതങ്ങളും ചില നന്മകളും അനുഗ്രഹങ്ങളും ചില ജോലിയിലെ തടസ്സങ്ങൾ, രോഗങ്ങൾ മാറുക, സമ്പത്ത് ലഭിക്കുക, സ്ഥലം ലഭിക്കുക, വീട് ലഭിക്കുക, ഇങ്ങനെയുള്ളതൊന്നുമല്ല. മറിച്ച് അവനെ വിശ്വസിക്കുക. ഈ തപസ് കാലത്തിൽ നമ്മൾ പൂർണ്ണമായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നത് മറ്റൊരു ക്രിസ്തുവായി മാറാനാണ്, ഒരു പുതിയ ഉദ്ധാനത്തിലേക്ക്, പുതിയ മനുഷ്യനിലായി മാറുവാനായിട്ടാണ്, പുതിയ ജീവൻ ലഭിക്കുവാനായിട്ടാണ്. എല്ലാം പുതിയതാകുക എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഈ വിശ്വാസത്തിൽ നമ്മൾ കാണപ്പെടാത്ത ഓരോ പ്രസാദവരത്തിൻ്റെയും അടയാളമാണ് കൂദാശകൾ പോലും. എൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവേൻ. എൻ്റെ രക്തമാണ്, വാങ്ങി കുടിക്കുവേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീ ഇന്നു മുതൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു, പുത്രസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു. വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം പ്രാപിക്കുന്ന ഓരോ കൂദാശകളിലൂടെയും ഈ കാണപ്പെടാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം. തോമാസ് സ്ലീഹായോട് പറയുന്നില്ലേ, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കേൾക്കുക. കേട്ട് ഈശോയുടെ വചനം കേട്ട് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയിലായി തീർന്നുകൊണ്ട് പുറത്തു വരുമ്പോൾ മറ്റൊരു ക്രിസ്തുവാകുവാനായിട്ടും പുതിയൊരു ഉദ്ധാനത്തിലേക്കുമൊക്കെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് ഈ തപസ് കാലത്തിനപ്പുറം, ഈശോയുടെ പീഡാസഹനം മരണത്തിനുമപ്പുറം പ്രത്യാശയുടെ ഈ വർഷത്തിൽ നമുക്ക് കാത്തിരിക്കാം ഒരു പുതിയ ജീവിതം. നമ്മളും നമ്മുടെ കുടുംബവും ഈ രാജസേവകൻ്റെ കുടുംബവും വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നത് പോലെ നമുക്കും നമ്മളെ തന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സന്നിധിയിലേക്ക്. നമുക്കറിയാമല്ലോ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനം, ഇതാണ് വഴി, ഇതിലേ പോവുക. ആ ശബ്ദം കേട്ടുകൊണ്ട്, കണ്ടതുകൊണ്ടും അടയാളങ്ങൾ കണ്ടതുകൊണ്ടും അത്ഭുതങ്ങൾ ദർശിച്ചതുകൊണ്ടുമല്ല, മറിച്ച് കേൾവിയിലൂടെയും അവൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു വരുവാൻ, അവനിൽ ആശ്രയിക്കാം. ഈ രാത്രി ദൈവമേ, അവിടുത്തെ സ്വരം കേട്ട് കിടക്കുവാൻ, പുതിയൊരു മനുഷ്യനായി പുതിയൊരു ജീവിതത്തിലേക്ക് അവിടുത്തെ ഹിതത്തിനനുസരിച്ച് സഞ്ചരിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 31:5 നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കർത്താവെ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ, എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുന്നു. രക്ഷകനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു. കർത്താവെ, ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ് ഐ കമാൻഡ് മൈ സ്പിരിറ്റ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കണം. ആയിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് നമ്മുടെ ശിരസ് നിലത്തു മുട്ടിച്ച് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അകലങ്ങളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന നമ്മുടെ എല്ലാ വ്യക്തികളെയും ആവശ്യങ്ങളെയും ഈശോയുടെ പാതാന്തികത്തിലേക്ക് സമർപ്പിക്കാം. രാജസേവകനെ പോലെ വിശ്വാസത്തോടുകൂടി ഈശോയുടെ സന്നിധിയിലാകാം. ഈശോ ജീവൻ നൽകുന്ന ഈശോയുടെ ശക്തിയും ചൈതന്യവും നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ഈ ലോകം മുഴുവനിലേക്കും വ്യാപിക്കട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, ജീവൻ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ശുഭരാത്രിയും പുതിയൊരു പ്രഭാതവും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ദിവ്യകാരുണ്യനാഥൻ്റെ ശക്തി നിങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. The Lord grant us a quiet night and perfect night. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ